ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. കർത്താവിനോടു കൂടെയൻ നിത്യവാസമേ. കർത്താവിനോടു കൂടെയൻ നിത്യവാസമേ. കണ്ടാനന്ദിച്ചിടാം നിത്യമായി വാണിടാം. കണ്ടാനന്ദിച്ചിടാം നിത്യമായി വാണിടാം. എന്നാത്മാവു വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ. എന്നാത്മാവു വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ. എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. മന്നാവനാമേശുവിനോടു കൂടെ വാഴും ഞാൻ. മന്നാവനാമേശുവിനോടു കൂടെ വാഴും ഞാൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്ന് എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ അപ്പച്ചൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ നല്ല ദിവസത്തിനായി നന്ദി. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും നൽകിത്തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും എല്ലാം കൂടിയിരുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കാതെ സൂക്ഷിക്കണമേ. ജീവനും ഭക്തിക്കും വേണ്ടുന്നത് അന്ന് ഞങ്ങളെ പോഷിപ്പിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഇന്നുവരെ അത്ഭുതാതിശയമായി ഞങ്ങളെ നടത്തിയ ദൈവം അവിടുന്ന്. വീണ്ടും ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവേ. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഈ മക്കളെ സമർപ്പിക്കുകയാണ്. അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം. അവരുടെ പ്രാർത്ഥനാ വിഷയത്തോട് കരുണ തോന്നുമാറാകണം. സ്വർഗത്തിലെ അപ്പച്ചൻ അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ മറുപടി കണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷിപ്പാൻ തക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നവർക്ക് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ മാനിച്ച ദൈവം, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ കരുതിയ ദൈവം ഇന്നും കരുതുവാൻ സർവശക്തനാണ്. കേൾപ്പാൻ കഴിയാതവണ്ണം ആ കാത് മന്ദമായി പോയിട്ടില്ല. സഹായിപ്പാൻ കഴിയാതവണ്ണം ആ കരം കുറുതായി പോയിട്ടില്ല. ആ നീതിയുടെ കരം ഞങ്ങൾക്ക് മുൻപിൽ നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനം തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവ്, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഹല്ലേലൂയ, അനാഥരെ, വിധവകളെ, രോഗികളെ, കഷ്ടമനുഭവിക്കുന്നതിനെ എല്ലാം ചേർത്ത് വയ്ക്കുകയാണ്. എൻ്റെ തമ്പുരാൻ്റെ കരുണയുടെ കരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണം. അത്ഭുതവും ജയമായി നടത്തണം. മനസ്സറിവും കരുണയും കാണിക്കണം. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. അവരുടെ ഭാവിയെ കരുതിക്കൊള്ളണമേ. ജോലി ചെയ്യുന്ന മക്കളെ സമാധാനത്തോടെ ചെയ്യുവാൻ സഹായിക്കണേ. നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ കർത്താവ്. ഹല്ലേലൂയ. വേദനകൾ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. രോഗികളെയും ദുഃഖിതരെയും ഏൽപ്പിക്കുന്നു. ആശുപത്രി മുറിക്കുള്ളിൽ അയ്യം വിളിക്കുന്നവരെ സമർപ്പിക്കുന്നു കർത്താവ്. യാത്ര പോകുന്ന എല്ലാ മക്കളെയും ഓർക്കുന്നു കർത്താവേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ, കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലമായിരിക്കുന്ന മക്കളെ ഒക്കെ കർത്താപ്പച്ചൻ കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച് അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനയാത്ര, വഴിയാത്ര എല്ലാ മക്കളെയും കൂടെ ഇരുന്ന് മതിയാകൂ. ആപത്തനത്ത് വിടുവിച്ച് മതിയാകൂ കർത്താവേ. വാഹനമോടിക്കുന്ന മക്കളോടുകൂടെ കർത്താപ്പച്ചൻ്റെ കാര്യം ചേർത്ത് പിടിച്ചോണേ എന്നും പ്രാർത്ഥിക്കുകയാണ്. ദിനംതോറും ഞങ്ങൾ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ കേട്ട് കർത്താവെ ഞങ്ങൾ മരവിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നിനും കഴിയത്തില്ല. ഓരോ മക്കളുടെ യാത്രകളിൽ കൂടെ ഇരുന്ന് സഹായിക്കണം. ഉപജീവനമാർഗത്തെ അനുഗ്രഹിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ ആശ്വസിപ്പിക്കണമേ ദൈവം. അങ്ങനെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിഞ്ഞ് എൻ്റെ സ്വർഗം സഹായിച്ചാണ് കർത്താവ്. വിവാഹപ്രായമായ ആണും പെണ്ണുമായ മക്കളുണ്ട് കർത്താവ്. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കണം അപ്പാ. അവരുടെ വിവാഹം നടക്കാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചോണം. ഓരോ മക്കളുടെ ആവശ്യങ്ങളും ഭാരങ്ങളും രോഗങ്ങളും സ്വർഗം ഏറ്റെടുക്കുമാറാകണം. കരുണ തോന്നണമേ യേശുപ്പാ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും എല്ലാം സംരക്ഷിച്ചാട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു.
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.